ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള കുമിളകൾ നിങ്ങൾ കുട്ടികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. ഇതാണ് മൊളസ്കം കണ്ടാജിയോസം എന്ന വൈറൽ സ്കിൻ ഇൻഫെക്ഷൻ. മൊളസ്കം കണ്ടാജിയോസം എന്ന ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് DNA വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന പോക്സ് വൈറസ് ആണ്. ഈ വൈറൽ ഇൻഫെക്ഷൻ തലയിലും കൺപോളകളിലും ജനനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും ചെറു കുമിളകളായാണ് കാണപ്പെടുന്നത്. കുമിളകൾ കാണപ്പെടുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്നല്ലാതെ വേദനയോ മറ്റു ബുദ്ധിമുട്ടോ കാണപ്പെടുന്നതല്ല. ഇത് കൂടുതലും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വഴിയാണ് പടരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഈ രോഗാവസ്ഥയുള്ള കുട്ടികൾ ഡെന്റൽ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ചികിത്സിക്കുന്ന ഡോക്ടർ നിർബന്ധമായും ഗ്ലൗസും മാസ്കും ധരിക്കേണ്ടതാണ്. ഇതുവഴി ഡോക്ടറിലേക്ക് അസുഖം പടരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം കുമിളകൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസും. അതേപോലെ തന്നെ സർജറി, ഇഞ്ചെക്ഷൻ അതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും ഈ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തെല്ലാമാണ് ഇതിനുള്ള ചികിത്സാ രീതികൾ? കുട്ടിയുടെ പ്രായം, ആരോഗ്യനില, കുമിളകൾ കാണപ്പെടുന്ന ശരീരഭാഗം എന്നിവയ്ക്കനുസരിച്ചായിരിക്കും ചികിത്സാ രീതി. ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ടോപ്പിക്കൽ റെറ്റിനോയിഡ് ക്രീമുകളും ഓയിൻമെൻറ്റുകളുമാണ് സാധാരണയായി ഈ രോഗാവസ്ഥയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ലേസർ തെറാപ്പി, ക്രയോതെറാപ്പി, ക്യുററ്റാജി എന്നിവയും ലഭ്യമാണ്. ഇതെങ്ങനെയൊക്കെ തടയാം? നല്ല വ്യക്തിശുചിത്വം പാലിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. ബെഡ്ഷീറ്റ്, ടവൽ എന്നിവ ചൂടുവെള്ളത്തിൽ കഴുകുക. ബ്ലീച്ച് ബേസ്ഡോ ആൽക്കഹോൾ ബേസ്ഡോ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് കൊണ്ട് അണുവിമുക്തമാക്കുക. നഖം വെട്ടി ഷോർട്ടാക്കുന്നത്, കുമിളകൾ ചൊറിഞ്ഞു പൊട്ടിക്കുന്നത് തടയാൻ ശ്രമിക്കാം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കുക. മൊളസ്കം കണ്ടാജിയോസം പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. കുമിളകൾ കാണപ്പെടുന്ന ഭാഗത്ത് ചൊറിഞ്ഞത് മൂലം അവിടെ ചുവക്കുകയും വീക്കം, വേദന, പഴുപ്പ് എന്നിവ ഉണ്ടാകുകയും ചെയ്യാം. അതോടൊപ്പം പാടുകൾ രൂപപ്പെടുകയും ചെയ്യാം. ചികിത്സ തേടാത്ത പക്ഷം വൈറൽ ഇൻഫെക്ഷൻ കണ്ണിലേക്ക് പടരുകയും കൺജക്റ്റിവൈറ്റിസ്, കെരാറ്റൈറ്റിസ് എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.